ഓം ശ്രീ മഹാഗണപതി നമഃ. ശ്രീ സരസ്വതി നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ ഓഫ്ലൈനിൽ പാരായണം തുടരും. പക്ഷെ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് നമ്മളുടെ പുതിയ കോൺസെപ്റ്റിൽ അത് ഈ പറഞ്ഞ ജ്യോതിഷപരമായിട്ടും നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഫിറ്റിനുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യയുഗം എന്ന് പറയണത് സത്വയുഗം എന്ന് പറയണം. അപ്പോൾ അത് കൃതയുഗം അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന യുഗം. കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ സംസ്കൃതം. അത് കർമ്മണി പ്രയോഗം എന്താണ് അതിന് പറയലോ. അപ്പം അങ്ങനെ അതിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സത്യയുഗത്തിൽ ആരംഭിക്കുന്ന ബീജത്തിൻ്റെ യാത്ര സത്യവ്രതൻ സത്യയുഗം അങ്ങനെ പോയി പ്രളയമൊക്കെ കഴിഞ്ഞ് മീനൊക്കെ അതൊക്കെ വന്ന് വീണ്ടും സത്യവ്രതൻ യാത്ര ആരംഭിക്കുന്നത് സത്യയുഗത്തിന് ശേഷമാണെന്നാണ്. അപ്പം ബീജം അതൊക്കെ വന്ന് ബീജം എന്താണ് അണ്ടമായി അങ്ങനെ വന്ന് അവസാനം ഈ പറഞ്ഞ കലിയുഗം എന്ന് പറയുന്ന പ്രളയം ഒക്കെ വരണത് സത്യയുഗത്തിൻ്റെ അവസാനം എന്നല്ല നമ്മൾ അതിലെടുക്കണേ. സത്യയുഗത്തിലേക്കാണ് പ്രളയത്തിന് ശേഷം ആരെത്തിച്ചേരുന്നത്, സത്യവ്രതൻ എത്തിച്ചേരുന്നത് എന്ന കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യണം ജ്യോതിഷ ചിന്തയിൽ. പ്രളയം സംഭവിക്കുന്നത് സത്യയുഗത്തിൻ്റെ അവസാനമല്ല. സത്യവ്രതൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സത്യത്തിൻ്റെ കാലം ആദ്യം തല്ലി പിടിക്കും. മറ്റേ ഭൂമിയിലങ്ങനെ ഈ പറയണ ആരാണ് പിന്നെ ഓരോരോ കാലുകൾ തല്ലി പിടിക്കുന്ന കാണുന്നുണ്ടല്ലോ. പശുവിന് 4 കാലുണ്ടെങ്കിൽ 4 3 കാല്. അവസാനം തപസ്സെന്ന് പറയുന്ന ഒരു കാല് മാത്രമായിരിക്കുമ്പോഴാണ് പരീക്ഷത്ത് ഇൻ്റർവെൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കഥയുണ്ടല്ലോ. കലിയുഗത്തിൻ്റെ പ്രത്യേക തപസ്സാണ്. അങ്ങേയറ്റത്ത് എത്തുമ്പോൾ തപസ് തന്നെ പറ്റുള്ളൂ. കാരണം തപസ്സാണ് ഏറ്റവും വലിയ പരിപാടി. അവനവനിൽ ഒതുങ്ങി കൂടി ഏറ്റവും മിനിമം. കലിയൊക്കെ വരുമ്പോൾ കലിയൊക്കെ തപസ്സിന് വിടാം. അതാണ് ക്വിക്കർ ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള ഗുണമാണ്. അപ്പം അങ്ങനെ കലിയെ തപസ്സിന് വിട്ടാൽ ഗ്രാറ്റിഫിക്കേഷൻ അപ്പം ലാർജർ ഭയങ്കര വലിയ ഗ്രാറ്റിഫിക്കേഷൻസ് ഒക്കെ ഫാസ്റ്റായിട്ട് കിട്ടാം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു നിർദ്ധാരണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ അമ്മൂമ്മ കഥകളുടെ ചുവട് പിടിച്ചുള്ള നിർദ്ധാരണങ്ങളാണ്. അത് ശ്രദ്ധിക്കണം. ഒരു ആർട്ട് മീറ്റർ സെൻസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മളിതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ സത്യവ്രതൻ കപ്പൽ പിടിക്കുന്നത് ഇത് കഴിയുമ്പോൾ ഈ പറയണ ദ്വാപര യുഗത്തിൻ്റെ അവസാനം കലിയുഗത്തിൽ കുറച്ച് കഴിയുമ്പോഴാണ്. അല്ലെങ്കിൽ കലിയുഗ എന്ന് പറയണതാണ് ഈ പറയണ വലിയൊരു എന്താണ് തപസ്സായിട്ട്. അതായത് മീൻ എങ്ങനെ അല്ലെങ്കിൽ മത്സ്യാവതാരം ഇങ്ങനെ കൊണ്ടു കിടക്കുമല്ലോ മറ്റേ സത്യവ്രതനെ കൊണ്ടു കിടക്കണം. അപ്പം അത് കപ്പലിലാണ് സത്യം കപ്പൽ കയറി ഭൂമിയിൽ നിന്ന് കരയിൽ നിന്ന് കപ്പലിൽ കയറി സത്യം എന്ന സങ്കല്പമാണ്. എന്താണ് നമുക്കതിന് കുറച്ചും കൂടി അനുയോജ്യമാവാം. സത്യം കപ്പൽ കയറിയ സത്യം ഈ പറയണ കലിയുഗത്തിൽ പ്രളയത്തിൽ നടക്കുന്ന പോലെ തപസ്സനുഷ്ഠിച്ച് കപ്പലിൻ്റെ ചെറിയ സ്പേസിൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോണ മാതിരി അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പ്രളയം കലിയുഗത്തിൻ്റെ അവസാനം തപസ് അവസാനിക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുന്നു, ഈ പറയണ കരയിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ പറയണ അണ്ടത്തിൽ പ്രവേശിക്കുകയും കൂർമാവതാരം മത്സ്യാവതാരത്തിൽ നിന്ന് കൂർമാവതാരം. അപ്പം ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെയാണ് സത്യയുഗത്തിലുള്ളത്. കൂർമ്മ വരാഹം. നരസിംഹാകുമ്പോൾ പകുതി സത്യം പകുതി പതുക്കെ പോസ്റ്റ് ട്രൂത്ത് ഏജിലേക്ക് കിടക്കുകയാണ്. അതായത് ഇപ്പം നമ്മളുടെ പുതിയ കോൺസെപ്റ്റ് പ്രകാരം
പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയുന്നത് രജോ ഗുണമാണ്. അപ്പോൾ അതിലേക്ക് കടന്ന് അങ്ങനെ പോയി ദ്വാപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ചതുശ്ലോകി ഭാഗവതം അതിൽ വളരെ മനോഹരമായിട്ട് ഫിറ്റിനാവും. രജോ ഗുണത്തിൽ നമ്മൾ ശ്ലോകി ഭാഗവതം തുടങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമേവാസമേവാഗ്രേ അഹം ബ്രഹ്മാസ്മി, അതൊക്കെ വളരെ ഫിറ്റിനാവും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൃതി. നമ്മളെ സാധാരണ ഈ വേദങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് വന്നതെന്നാണ്. അപ്പോൾ രജോ ഗുണത്തിൻ്റെ ഉൽപ്പന്നമാണ് വേദം. ഞാൻ വേദം പറയുന്നതാണല്ലോ. ശ്രുതികളാണ്. ശ്രുതികൾ എന്ന് പറഞ്ഞാൽ പറയാം, നേരെ മറിച്ച് പറച്ചിലുകളാണ്. ഞാൻ പറഞ്ഞ കേൾക്കണമെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറയണമല്ലോ. ശ്രുതികൾ കേൾക്കുക, ശ്രവണം എന്ന് പറഞ്ഞ പോയിന്റ് എന്നെങ്കിൽ തന്നെ അത് ആരെങ്കിലും പറയണം. അങ്ങനെ ആ പറച്ചിലാണ് അത് വരുന്നത് രജോ ഗുണ പ്രകൃതിയിൽ നിന്നാണ്, ബ്രഹ്മാവിൽ നിന്നാണ് വേദങ്ങൾ ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ രജോ ഗുണ പ്രകൃതിയാണ് ബ്രഹ്മാവ്. ശ്രുതികൾ എന്ന് പറയണ ഇതിനെ അത് പറഞ്ഞ നമുക്ക് ഓരോരോ സമയത്ത് അതിനനുസരിച്ച് എന്താണ് ഈ പറയണ ശ്രുതികൾ ആരാണോ ശക്തരായി പവറായിട്ട് ഈ അവനവൻ്റെ കറണ്ട് ഏജിൽ ജീവിക്കുന്നത് അവർ പറയണതാണ് ഈ പറയണ ശ്രുതികൾ എന്ന് പറയണ. സ്മൃതികളിൽ സംശയം ഉണ്ടെങ്കിൽ ശ്രുതികളിൽ നോക്കണം എന്നാണ്. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണന്മാരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹിഡൻ ഇൻ മെമ്മറീസ്. അതായത് പ്രജ്ഞാനം എന്ന് കഴിഞ്ഞാൽ പ്രായോഗിക ജ്ഞാനം എന്ന് പറയുന്നത് മെമ്മറിയാണ്. അതായത് ഈ പറഞ്ഞ വേദങ്ങളൊക്കെ ഓർത്തു വെക്കുക എന്ന് പറഞ്ഞത് പോലെ അതും ഈ മെമ്മറിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞ യഥാമഹാനി ഭൂതാനി എന്നാണ്. അപ്പം ഭൂതകാലത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വാസനകൾ ഉണ്ടാവില്ല, വാസന ഭൂതങ്ങളാണ് ഒരുപാട് മെമ്മറിയുടെ സ്റ്റോറേജുള്ള ആളുകൾ എന്നാണ് പറഞ്ഞത്. ഭൂതങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ് ഒരുപാട് മെമ്മറികൾ. അപ്പം അതൊക്കെ ശ്രുതികളിലൂടെ അത് എങ്ങനെയാണ് അത് ഭൂതങ്ങൾ സ്റ്റോർ ചെയ്തത്, അത് അവരുടെ കാലത്ത് ഭൂതങ്ങളുടെ ആ ഒരു കാലത്ത് അവിടെ കറണ്ട് ഏജ്, അതായത് വലിയ ഓംനി പ്രസൻസിൻ്റെ അല്ലെങ്കിൽ പ്രസന്റ് ജീവിച്ചിരുന്നിരുന്ന ബ്രഹ്മാവിൻ്റെ ആ ഒരു മുഖത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണത് എന്ന് പറയാം. 4 വേദങ്ങളും അങ്ങനെ 4 വേദങ്ങൾ ഉത്ഭവിച്ചു. ബ്രഹ്മാവിൻ്റെ 4 മുഖം, 4 മുഖൻ. അപ്പം അതിൽ നിന്ന് അങ്ങനെ ഉത്ഭവിച്ച വേദങ്ങൾ ശ്രുതികളാണ്. അത് പഞ്ചഭൂതങ്ങളിലൊക്കെ സ്റ്റോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് ബ്രാഹ്മണന്മാർ അത് സ്മൃതി രൂപേണയാണ് പ്രായോഗിക ജ്ഞാനം എന്നാണ്, പ്രജ്ഞാനം എന്നാണ് പറയണത് ഋഗ്വേദത്തിന്. പ്രായോഗിക ജ്ഞാനത്തിലൂടെ സ്മൃതി രൂപേണ സ്മൃതി ഞാൻ മെമ്മറി പഴയ ഓർമ്മകളിൽ നിൽക്കുന്നത് കൊണ്ട് അവര് ബ്രാഹ്മണന്മാരാദ്യം അങ്ങനെ അവനവൻ്റെ അനുഭവം, സ്മൃതി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണല്ലോ, മെമ്മറിയാണ്, എക്സ്പീരിയൻസിൻ്റെ മെമ്മറി. അതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അവിടെ നമ്മൾ ഇപ്പോൾ പുതിയ. അങ്ങനെയാണോ മൃഗങ്ങളുടെ ആ ഒരു ജീവിതം എങ്ങനെയാണോ നമ്മുടെ ദേവന്മാർ മൃഗങ്ങളുടെ പുറത്താണല്ലോ ഈ പറയുന്ന ദേവന്മാർ സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയണ ഒരു റാൻഡം ആക്സസ് മെമ്മറി അങ്ങനെ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. റാൻഡം ആക്സസ് മെമ്മറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്മൃതിയെക്കാട്ടിലേറെ കീർത്തനത്തിലാണ് വന്നതെന്ന് തോന്നുന്നുണ്ട് റാൻഡം ആക്സസ് മെമ്മറി. കാരണം ഈ ശ്രവണം എന്ന് പറയണതിലാണ് ഹയർ മെമ്മറി ഉണ്ടാവുക, ഭൂതകാലം സ്മൃതി കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ
ശ്രുതികൾ വരുന്നത് എന്തിൽ നിന്നാണ്? ഈ പറഞ്ഞ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. അപ്പൊ ശ്രുതികൾ എന്ന് പറഞ്ഞാൽ ആ കാലത്തിന് അനുയോജ്യമായ അപ്പൊ സ്മൃതികളിൽ സംശയം വന്നു കഴിഞ്ഞാൽ, അപ്പൊ സ്മൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, നമ്മളവിടെ ഇപ്പൊ പുതിയ അതെടുക്കുന്ന സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ CPU യൂണിറ്റിന്റെ ഹാർഡ് ഡിസ്ക് പോലെയാണ്, വലിയ ഹാർഡ് ഡിസ്ക്. അപ്പൊ ആ ഹാർഡ് ഡിസ്കിൽ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ, അത് എൻ്റെ കാര്യം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യവുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പം നമ്മളുടെ ആ ഒരു മെമ്മറി വലിയ മെമ്മറിയാണ്, വലിയ മെമ്മറി അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അതിൽ നമുക്കിപ്പം എന്തെങ്കിലും ഡാറ്റ സംശയം വന്നു, ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമ്മളുടെ ഡാറ്റ അതിൻ്റെ അകത്ത് സംശയം വന്നു. അപ്പോൾ എന്താണ് നോക്കേണ്ടത്? റാൻഡം ആക്സസ് മെമ്മറി. അത് ഇൻ്റർനെറ്റ് പോലെയാണ്. ഇൻ്റർനെറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർനെറ്റിൻ്റെ മെമ്മറി കണക്ട് ചെയ്തേക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ CPU അല്ല, ബ്രഹ്മദേവൻ്റെ വലിയ വൈക്കിപീഡിയ പോലെ അല്ലെങ്കിൽ ഒരു വലിയ മെമ്മറി ആയിട്ടാണ് റാൻഡം. അത് കണക്ട് ചെയ്യുന്ന റാൻഡം ആക്സസ് മെമ്മറിയിലാണ് കമ്പ്യൂട്ടറിൻ്റെ ഇത് വരണത്. അത് മറ്റേ CPU വരണമെന്നില്ല. എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ സ്റ്റോക്ക് ചെയ്ത മെമ്മറി ആവണമെന്നില്ല. അപ്പോൾ സാധാരണ സ്മൃതി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്റ്റോക്ക് അവനവൻ്റെ മെമ്മറികളാണ്. അപ്പോൾ അവളിൽ സംശയം വരുമ്പോൾ നമ്മൾ കറണ്ട് വേൾഡിൻ്റെ ആ ഒരു ശ്രുതികൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് അപ്പോൾ അത് വരുന്നതാണ് ഈ പറഞ്ഞ കറണ്ട് വേൾഡിലെ ഉദ്ഗാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ക്ഷത്രിയത്വം ശ്രുതികൾ, അവിടെ കീർത്തനങ്ങൾ ശ്രദ്ധിക്കുക, ചുറ്റിനും നടക്കുന്ന കീർത്തനങ്ങൾ. അങ്ങനെ കീർത്തനങ്ങൾ ശ്രദ്ധിച്ച് അപ്പം അവിടെ നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണ പോലെയാണ്. പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറഞ്ഞ പോലെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണത് പോസ്റ്റ് ട്രൂത്ത് ഏജ് കഴിഞ്ഞാൽ ട്വിസ്റ്റഡ് ട്രൂത്തുകൾ എന്നാണ്. കാരണം നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് അല്ല നമുക്ക്, പക്ഷെ ഒരു എന്താണ് അത്, പക്ഷെ ഒരു രാമൻ അങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ സമയത്ത് വരുന്നതനുസരിച്ച് അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പോവുക. കാര്യം എല്ലാത്തിലും ട്രാൻസിയൻ ട്രൂത്ത് ആണെങ്കിലും അതിൻ്റെ അകത്തൊരു ട്രൂത്ത് ഉണ്ടെന്നാണ്. അതിലിങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് തിരമാലകളിലൂടെ സഞ്ചരിക്കുന്ന പോലെ അങ്ങനെ. അപ്പം അങ്ങനെയാണ് അഹം വാസമേവാഗ്രേ നാന്യത് സദസത്പരം വച്ഛാദഹം ഇതേതച്ച യോവശിഷ്യേത സോസ്മ്യഹം എന്ന് പറയണതിന് നമുക്ക് ക്ഷത്രിയ പ്രോഗ്രാം, ക്ഷത്രിയ വേദം എന്നെങ്കിൽ ഈ പറയുന്ന യജുർവേദവുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബന്ധിപ്പിക്കാം. കീർത്തനം എന്ന് പറയുന്ന പരിപാടിയായിട്ട്. പിന്നെ ഹൃദയാർത്ഥേയത് പ്രതീയേത ന പ്രതീയേത ജാത്മനി ആദ്യോദാത്മനോമായ ദാപാസോധാതമം. അപ്പം അങ്ങനെ ഉള്ള രണ്ടാമത്തെ ശ്ലോകി ഭാഗവതം നമുക്ക് ദ്വാപരം എന്ന് പറയുന്ന സങ്കല്പം, അതായത് ഫ്യൂച്ചർ, നാളെക്കുറിച്ചിട്ടുള്ള പ്ലാനിങ്. അപ്പോൾ ആ ഹൃദർത്ഥത്തിൽ നിന്ന് ഹൃദയർത്ഥം എന്താണെന്ന് നമുക്ക് പ്രതീതി അവനവൻ്റെ കെയർ ഓഫിൽ ഹൃദം എന്ന് പറഞ്ഞാൽ ഡീപ് ട്രൂത്ത് എന്നാണ്. ആ ഡീപ് ട്രൂത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവനവൻ്റെ കെയർ ഓഫിൽ ഒതുങ്ങി ജീവിക്കുക, സ്മൃതികളിൽ അവനവൻ്റെ അനുഭവങ്ങളിൽ ഒതുങ്ങി അവനവൻ്റെ ഫ്രോഗിൻ്റെ വെൽ ആയിട്ട് ജീവിക്കുക, തപസ്സനുഷ്ഠിക്കുക എന്നൊക്കെ പറയാൻ കാര്യമൊക്കെ തന്നെ. അപ്പം അങ്ങനെ ജീവിക്കുക. പക്ഷെ അതല്ല പോസ്റ്റ് ട്രൂത്ത് ഏജിൽ വരുമ്പോഴത്തേക്ക് ഇൻ്റർനെറ്റ് വലിയ കടലുണ്ട്, വലിയ കടലാഴങ്ങളുണ്ട്. വേറെ ഋതംഭരെ എന്ന് പറഞ്ഞാൽ മാതിരി അതിനെക്കാട്ടിൽ ഡീപ് ട്രൂത്തിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രൂത്തിൻ്റെയൊക്കെ അപ്പുറത്തും വലിയ ട്രൂത്തുകളുണ്ട്. ഈ ചാട്ടൊന്നുമല്ല. CPU അപ്പുറത്ത് വൈക്കിപീഡിയ ഉണ്ട്, വലിയ വൈക്കിപീഡിയ എന്ന് പറയണ പോലെ. അത് വൈക്കിപീഡിയ പറഞ്ഞ പോലെ. അപ്പം അതിൽ നിന്ന് അവിടെ മോഡറേറ്റ് ആയിട്ടേ തിരിയണുള്ളൂ. എവിടെ ക്ഷത്രിയത്വം വരുമ്പോൾ നമ്മൾ മോഡറേറ്റ്. സൗദി വൈക്കിപീഡിയ ഒക്കെ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു വളയോ ഇല്ലാത്ത ചാട്ടമാണ് നാളത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഉറപ്പുമില്ല. അത് എന്ത് ഉറപ്പുള്ള നാളത്തെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പുണ്ട്? ഒരു ഉറപ്പില്ല.
നോ ഗ്യാരണ്ടി. അപ്പൊ ആ ഒരു വളയവുമില്ലാത്ത ചാട്ടം ഹൃദയർത്ഥയത്വതീയത നപ്രതീയത അതിൻ്റെ അകത്തായിട്ട് ഉള്ള ഒരു സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു നോബൽ സമ്മാനത്തിന്റെ വലിയ കണ്ടുപിടുത്തമൊക്കെ ഉണ്ടല്ലോ, ഒരു കണം ഒരു ഓറിയന്റേഷൻ ഒരു ദിശയിൽ ഒരിടത്ത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ മറ്റേറേതോ ഒരു കണം എവിടെയോ അതിന് ഓപ്പോസിറ്റായിട്ട് സഞ്ചരിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ലേറ്റസ്റ്റ് 2021 ഒറ്റ നോബൽ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞേക്കണ്ടേ. അത് അങ്ങനെ ഒരു എന്തോ ഒരു കണ്ടുപിടുത്തം ഉണ്ടെന്ന് തോന്നുന്നു ഫിസിക്സിലുണ്ട്. അപ്പൊ ആ ഒരു എന്താണ് എൻ്റെ എന്താണ് പരസ്പര പൂരകങ്ങളാണ് ലോകം. അതായത് പക്ഷെ നമ്മൾ അതിനെയൊക്കെ ഡിസ്കൗണ്ട് ചെയ്യും. 90% പൂരകത്വമുള്ളൂ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 40% സത്യം, ഒരു 30% ഇൻഡസ്ട്രിയസ്നെസ് ഞാൻ മറക്കുന്നില്ല, ഇച്ഛാശക്തി ഡിവൈൻ വിൽ. ഇൻഡസ്ട്രിയസ്നെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20%. അപ്പം അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 40, 30, 20, 40, 70, 90% സർക്കുലർ ലോജിക്കേ ഉള്ളൂ. ചിരി വിട്ടിട്ട് എന്നുള്ള സിമ്പൽ അങ്ങനെയാണല്ലോ. കംപ്ലീറ്റ് സർക്കുലർ അല്ല, ഒരു അറ്റത്ത് തുടങ്ങി ഇത്തിരി ഒരു ഇത്തിരി ഗ്യാപ്പുണ്ട്. അപ്പം അത് ആണ് ഈ പറയണ അബോധം. വലിയ ഒരു എന്താണ് അതാണ് ഈ പറഞ്ഞ ഓംനി പ്രസന്റ് എന്ന് പറയുന്ന സംഘം. ഓംനി പ്രസന്റിൽ എല്ലാം പൂർണ്ണമായിരിക്കാം, പൂർണ്ണത ഉണ്ടാവാം. അതിലാണ് ആ പൂർണ്ണതയുടെ അനുഭവം തന്നെ. അത് അനുഭവത്തിൽ മാത്രം, അത് ഇതുവരെ ഉച്ഛിഷ്ടമാക്കപ്പെട്ടിട്ടില്ല, ബ്രഹ്മം ഉച്ഛിഷ്ടമാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ കലിയുഗത്തിൽ അത് എളുപ്പം നേടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്ന. അപ്പം അതാണ് ഈ സിഗ്നേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്തൊക്കെ ലോകത്ത് ഡ്രാമ നടത്തണം എന്ന് തീരുമാനിക്കുന്ന. ഇന്ദ്രൻ്റെ ഉപ്പിടൽ പോലെ അല്ല, നാച്ചുറൽ മഴ പെയ്ത്ത് പോലെ. ഇന്ദ്രൻ ഉപ്പിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയണ മാതിരി സാധാ CPU മെമ്മറി പോലെയാണ്. ഇന്ദ്രന് ആഴമുണ്ട്, ഇന്ദ്രനും ഉണ്ട് അതിൻ്റെ അകത്ത് കാര്യം. ഇന്ദ്രന് പിട്ടണടത്തൊക്കെ ഇന്ദ്രന് ഇത് കൊടുക്കാം. ബ്രാഹ്മണന്മാർ പൂജ ചെയ്യുന്നവർക്ക് അവർ പൂജ ചെയ്യുന്നിടത്ത് ഒരു ചുപ്പിട്ട് അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ കൊടുക്കാം. കഴിവുണ്ട് ഇന്ദ്രന് ഉള്ള കഴിവ്. പക്ഷെ അതേപോലെ അല്ല നാച്ചുറൽ മഴ. ഇന്ദ്രന് ഉപ്പിടാണ്ട് ഈ പറയണ മഴ, മേഘങ്ങൾ ഇടിവെട്ടി മറ്റേ ഇതൊക്കെ ചെയ്ത് മഴ ചെയ്യണ പോലെ. ജറായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ട്, ജറായുധം അങ്ങനെയാണെന്നാണ്, ഇടിവെട്ടിനുണ്ടാകുന്ന മിന്നൽ പോലെയാണെന്ന്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പുതിയ പരികൽപ്പന, വേറെ ചർച്ച ട്വിസ്റ്റ്. മറ്റേ പഴഞ്ഞ കൺസെപ്റ്റ് പ്രാക്ടീസിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, പേര് വ്യത്യാസം വരുന്നു മാത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പഴയ കൺസെപ്റ്റുമായിട്ട് പ്രാക്ടീസിൽ വ്യത്യാസമൊന്നുമില്ല. പ്രാക്ടീസ് ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് റെസിസ്റ്റൻറ്റ് പാത്തുകളിലൂടെ മുമ്പോട്ട് പോവുക. വൈശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, വളയമില്ലാത്ത ആട്ടം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എഫിഷ്യൻസി. പക്ഷെ ഹയർ എഫിഷ്യൻസിക്ക് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന പേര് ഹയർ എഫിഷ്യൻസി എന്ന് പറയണത് പറഞ്ഞ പേര് തന്നെ കാമം എന്നൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്നുള്ളതാണ്. ധർമ്മം എന്ന് പറഞ്ഞത് നമ്മൾ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുഗപരികൽപ്പനയിൽ ഇതൊരു വ്യത്യാസം വരുത്തി. യുഗപരികൽപ്പനയിൽ ത്രേതായുഗം പണ്ട് നമ്മൾ കരുതിയിരുന്നത് 40% ഉള്ള സത്യയുഗമാണ് ക്ഷത്രിയൻ എന്ന് പറയുന്ന പേര്. അപ്പം ആ സമയപരിചിന്തനയിൽ കുറച്ച് വ്യത്യാസങ്ങൾ, ഇതിപ്പോൾ അങ്ങേറ്റത്ത് ചെല്ലുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യം എല്ലാ ശ്ലോകങ്ങളും തമശ്ലോകങ്ങൾ തന്നെയാണ്. എന്നാലും ഇപ്പം ഹൃദയർത്ഥ ജാത്മനി എന്ന് പറയുന്ന ഒരു ശ്ലോകം ആയിട്ട് വരും നമ്മൾ മറ്റേ പരികൽപ്പന. അതർത്ഥത്തിന് എന്തോ ഇതുവാകുന്നു, അതല്ലാണ്ട് അതിനെ ആത്മാവിനെയും കൂടെ കൂട്ടി ഭഗവാനെയും കൂടെ കൂട്ടി അതിന് നേരെ എതിര് പിടിക്കുക എന്ന് പറയണ അതാണ് സത്യം. അല്ലെങ്കിൽ അങ്ങനെയും പറയാം. അപ്രാപ്യ. പക്ഷെ ഒരു പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധാരണഗതിക്ക് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപാധിതയെ നിവർത്തിയന്തേ അപ്രാപ്യ മനസ്സാസഹ എന്നാണ്. ശ്രീത്വം എന്ന് പറയുന്നത് സത്വവും രജസ്സും കൂടെ ആയിട്ട് നടക്കണ ശ്രീ എന്ന് പറയുന്നത് അതൊരു സങ്കല്പം. രാ എന്ന് പറയണത് വ്യത്യാസമില്ല.
ആ ക്ഷത്രിയൻ തന്നെയാണ്, പക്ഷേ ഇച്ഛാശക്തിയാണ്. യുഗപരികൽപ്പനയിൽ ത്രേതായുഗം എന്ന് പറയുന്ന പേരും കീർത്തനത്തിന് അതിൻ്റെ നമ്മൾ എന്ത് കണക്കാക്കുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ 100% ഈ പറയുന്ന ടൈം പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ 40% ബ്രഹ്മചാരിത്വം. അപ്പം അങ്ങനെ ഒരു ബ്രഹ്മചാരിത്വം എന്ന് പറയാനില്ല, ബ്രഹ്മചാരിത്വം എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം ആഗ്രഹങ്ങളൊക്കെയാണ് നിവർത്തിക്കുന്നത്. ആസനകൾക്ക് ഒന്നിച്ച് പോവുക, അവനവൻ്റെ വാസനകൾക്ക് ഒന്നിച്ച് അവനവൻ്റെ കാര്യങ്ങളുമായിട്ട് പോവുക, അവനവൻ്റെ തരത്തിൽ. പിന്നെ വിൽ പവറാണ് ഈ പറഞ്ഞ ക്ഷത്രിയത്വം. അപ്പം എനിക്ക് തോന്നുന്നു വിൽ പവർ ആണ് ക്ഷത്രിയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ബ്രഹ്മചാരിത്വത്തിൻ്റെ ശക്തി. അതായത് കറണ്ട് പ്രസൻറ്റ് ഈസ് ഒമ്നി പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ബ്രഹ്മാവിൻ്റെ സൗരം എന്ന് പറയുന്ന മതമാണ് ബ്രഹ്മാവിൻ്റെ മതമെങ്കിൽ, ബ്രഹ്മനെ ഫ്ലോ ചെയ്യുന്ന മതമെങ്കിൽ, സൗരമതമാണെങ്കിൽ അതിൻ്റെ ചിരഞ്ജീവിയായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പം കണക്കാക്കുക ഹനുമാനെയാണ്. ഗാണപത്യം എന്ന് പറയുന്ന മതത്തിൻ്റെ ചിരഞ്ജീവി ഇത് സൗരം എന്ന് പറയുന്നത് ഷർത്ത് SRT, അത് ക്ഷത്രിയത്വമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അത് ഇങ്ങനെ അതൊക്കെ ഓരോരോ കർമ്മങ്ങൾ ചെയ്തത്. സൗരമതം തന്നെ നമ്മൾ മറ്റേ കൽപ്പം എന്ന് പറയുന്ന ഒരു വേദാംഗം ആയിട്ടാണ് ഉപമിക്കുക. അതുപോലെ തന്നെ ദർശനം പൂർവമീമാംസാ ദർശനമായിട്ടാണ്. ഗാണപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണ ദർശനമാണ്. അപ്പോൾ അവിടെ ഈ പറയണ അശ്വത്ഥാമ ആണ് ചിരഞ്ജീവി. അവിടെ വരുന്ന വ്യാകരണ ദർശനം അതൊക്കെ അത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ദ്വാപരം, അത് ത്രേതായുഗമാണെങ്കിൽ പിന്നെ നമ്മൾ ദ്വാപരത്തിലേക്ക് കിടക്കുമ്പോൾ ദ്വാപര ചിന്തയിൽ എന്താണ് ഈ പറയണ തമോ ഗുണം പ്രധാനമാണ് ദ്വാപരം. നാളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പൊന്നുമില്ല. അതിൽ നമ്മൾ യോഗദർശനം അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്ന ഉച്ചാരണത്തെക്കുറിച്ചിട്ടുള്ള വേദാംഗം, അതാണ് ശൈവദർശനമായിട്ട് കണക്കാക്കുക പതഞ്ജലിയുടെ. അതിൻ്റെ ഈ പറയണ എന്താണ് ചിരഞ്ജീവി മാർക്കണ്ഡേയനാണ് ശൈവ ദർശനത്തിൻ്റെ. പിന്നെ സുബ്രഹ്മണ്യ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗമാരം എന്ന് പറയുന്ന മതം, ഷൺമതം, അത് ഈ ശൈവദർശനത്തിൽ RTS രജ് എന്ന് പറയുന്ന രജസ് തമസ് തമോഗുണം എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. സൗരത്തിലെ ഷർത്ത് SRT തെറ്റി എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ മറ്റേ അത് ഷർത്ത് തിരിച്ചിടുമ്പോൾ SRT തിരിച്ചിടുമ്പോൾ TRS തരസ് എന്നാണ്. അതാണ് ഈ പറയണ ഗാണപത്യം. അശ്വത്ഥമാവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് കഥകളുമായിട്ട് ഇമോഷനായിട്ടൊക്കെ വളരെ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പം വ്യാകരണത്തിൽ അങ്ങനെയാണ്. വ്യാകരണം എപ്പോഴും ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ രസം പറഞ്ഞാൽ രസം, ശൈവം രസമാണ്, യോഗം ആണ്. അപ്പോൾ അങ്ങനെയാണ് അവതാരങ്ങൾ ഉണ്ടാവണമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. പിന്നെ മറ്റേ ഭാഗവത്തിലെ ആദ്യത്തെ ചോദ്യം ഗൂഢം എങ്ങനെയാണ്, ഗൂഢശാസ്ത്രം എന്തൊക്കെയാണെന്ന്, അത് ഈ പറയണ ബ്രഹ്മാവിൻ്റെ മുഖഭേദങ്ങളൊക്കെയാണ് ശ്രുതികൾ. അപ്പോൾ അതായത് ഗൂഢശാസ്ത്രം എങ്ങനെ അറിയാം. അപ്പോൾ അതാണ് ഈ ഷർത്ത് ബെറ്റിംഗ്
അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റിയേക്കാം. വിതർക്ക ബുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു യുധിഷ്ഠിരൻ്റെ മെത്തേഡ്. അത് പക്ഷേ ഹയസ്റ്റ് അല്ല, 30% പ്രോഗ്രാം ആണെന്നാണ് നമ്മുടെ പുതിയ. പണ്ട് നമ്മൾ ഹയസ്റ്റ് പ്രോഗ്രാം അതാണെന്നാണ് വെച്ചിരുന്നത്. കീർത്തനമാണ് ഹയസ്റ്റ് എന്ന് പറയുന്നത്. അത് വലിയ ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത, ഒമ്നിപ്രസൻറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഇല്ല എന്നല്ല, കീർത്തനത്തിലുണ്ട്. എന്നാലും ലിസണിങ് ആണ്, ശ്രവണത്തിലാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഭാഗവത്തിൽ ശ്രവണത്തിന് ആണ് കൂടുതൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേ ആളുകളുമായിട്ട് റെസണേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഫൈൻ ട്യൂൺഡ് ആയിട്ട് റെസണേറ്റ് ചെയ്ത് ഞാൻ അധികം അധ്വാനിക്കാണ്ട് എൻ്റെ ഗുണങ്ങളൊക്കെ അങ്ങേറ്റത്തെ വലിയ നമ്മളുടെ സ്വത്വബോധവുമായി കണക്ട് ചെയ്യാം. സ്വത്വബോധവുമായിട്ടുള്ള കണക്ഷൻ ഉംബ്ലിക്കൽ കോഡിലൂടെയുള്ള ഭക്ഷണമാണ് കഴിക്കൽ പോലെയാണ് സ്പിരിറ്റ് എന്ന് പറയണത്. അത് പറയണ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബേബി കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് വയറ്റിക്കൂടിയല്ല, വായിക്കൂടിയും മുക്കിക്കൂടിയാണെന്ന് പറയും. അത് പക്ഷെ പോസ്റ്റ് ട്രൂത്ത് പ്രോഗ്രാമായിട്ടാണ് ഒരു കണക്ക് അതിൻ്റെ അകത്ത് വരിക. കഴിഞ്ഞാൽ എല്ലാം എന്താണ് ഈ പറഞ്ഞ വായും വയറും ഒക്കെ വന്നിരിക്കുന്ന ഉംബ്ലിക്കൽ കോഡ് കണക്ഷനാണ്. ഈ പണ്ട് ഈ പറഞ്ഞ ഒരേ മൃഗങ്ങളിങ്ങനെ വായും വയറും ഒക്കെ ഒരേ തരത്തിലാണല്ലോ. വയറ് ഈ പറഞ്ഞ പുറത്തേക്ക് വിടലൊക്കെ ഒരേ തിരശ്ചീനമാണ്. അപ്പം അങ്ങനെ എന്നാലും അവിടെ ഒരു പറഞ്ഞ സ്മൃതി എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് അതിൻ്റെ അകത്ത്. CPU ഇൻഡിവിജ്വൽ ജീവാത്മ താണ് ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ടല്ലോ. ഇതിങ്ങനെ നിരനിരയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. CPU, ചെറിയ CPU ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് വലിയ കടലാഴങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മണ്ണ് കട്ടിൽ തന്നെ പിന്നെ ജീവിക്കുന്നു. അങ്ങനെ ആശ്രയം എന്ന് പറയുന്ന കാര്യം. അപ്പം അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ശൈവ ദർശനത്തിൻ്റെ ഇത് ഉച്ചാരണം ഈ പറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് എംഫസിസ് എന്ന് പറയും. എംഫസിസ് ശിക്ഷ വേദാംഗം, പിന്നെ യോഗദർശനം ആണ് അതിൻ്റെ ദർശനം. പതഞ്ജലി മഹർഷിയാണ് അതിൻ്റെ ആള്. അത് RTS രസം എടുക്കൽ. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന അപ്പം ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഗൂഢം ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുന്നത്. അത് പറയണത് സൗരം. ഗാണപത്യം എന്ന് പറയുന്നത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരിങ്ങനെ പറക്കണു, അതായത് വലിയ കർമ്മികൾ താഴെ ഇരിക്കുന്നു. പക്ഷെ ഈ പറയണ സുമന്ദപതയെ അതായത് പതുക്കെ നന്നായിട്ട് നേരാമണ്ണം പക്ഷികൾ പറക്കുകയാണല്ലോ, രാത്രിയൊന്നും ഒരു ആക്ടിവിറ്റി ഇല്ല. സുമന്ദമതയെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോണ പക്ഷികൾ ഇങ്ങനെ പറക്കണം. അതെന്താ കാര്യം? വലിയ വലിയ കർമ്മികളൊക്കെ താഴെ ഇരിക്കണം. അപ്പം അതാണ് തരസ്. എൻ്റെ ആ ഒരു വിഷമം, ആ ഒരു എന്താണ് ആളിച്ച എന്ന് പറയുമല്ലോ, ആ ഒരു കോടി സൂര്യ സമപ്രഭ എന്നാണ് നമ്മൾ ഗണേശനെ വിളിക്കുക. ഗണപതി ബപ്പ മോറിയ, മുളമൂർത്തി മോറിയ, മഴ. അപ്പം അങ്ങനെ സൗരം ബ്രഹ്മൻ, അതും രാജോ ഗുണം. ഗണപത്യം രജോ ഗുണം. പിന്നെ അത് കഴിഞ്ഞ് ശൈവദർശനം വരുമ്പോൾ തമോ ഗുണമാണ് രസം എടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഈ സുബ്രഹ്മണ്യൻ്റെ ദർശനം, കൗമാര ദർശനത്തിൽ ജാഗ്രതയാണ്, സയൻസ് ആൻഡ് ടെക്നോളജി. ജ്യോതിഷം, വേദാംഗം പറയുമ്പോൾ ജ്യോതിഷം, അതിൻ്റെ എന്താണ് സതർന്നാണ്, STR, സത്വം തമസ് രജസ് എന്ന് പറയുന്നത്. അപ്പം സതറിൻ്റെ അത് ഷൺമാഖ, അതിൻ്റെ അതിനെ ലിസണിങ്, ശ്രവണത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് രണ്ടും. ശൈവദർശനവും ഇത് ദ്വാപരം എന്ന് പറയുന്ന നാളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ശൈവ വഷൺമത ദർശനങ്ങൾ, ശൈവ കൈമാര ദർശനങ്ങൾ. അപ്പം അതിൽ ജ്യോതിഷം വേദാംഗമാണ്. ഉത്തരമീമാംസ ദർശനം വരുമ്പോൾ ഉത്തരമീമാംസ വ്യാസമുനി, പൂർവമീമാംസ ജയമനി മുനിയുടെയാണ്, ഉത്തരമീമാംസ വ്യാസമുനിയുടെ എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടേക്കണം. അങ്ങനെയാണ് എൻ്റെ കണക്ക്, എൻ്റെ ഒരു ഇത്. പിന്നെ വ്യാകരണ ദർശനം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണം എന്ന് പറഞ്ഞാൽ വേദാംഗമാണ്. അത് ന്യായദർശനം എന്ന് പറയുന്ന ഒരു ദർശനം ഉണ്ട് നമ്മുടെ ഗൗതമ മുനിയുടെ. ന്യായം പറയാം,
എന്തുകൊണ്ടാണ് അപ്പോൾ ആ പക്ഷികൾ സുമന്തമതയെ അവർ പറന്ന് നടക്കുന്നു, ഞങ്ങൾ താഴ്ത്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കണം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ആ ഗൗതമ മുനിയുടെ അപ്പം അതിർത്തികൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് ന്യായദർശനം ഗൗതമ മുനിയുടെ. അപ്പോൾ ഗൗതമ മുനിയുടെ ന്യായദർശനമാണ് ഗാണപത്യത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ പൂർവമീമാംസാ ദർശനം, ന്യായദർശനം, അത് കഴിഞ്ഞ് യോഗദർശനം, ശൈവം, പിന്നെ ഈ പറയണ ഷൺമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ കൗമാര എന്ന് പറയണത് ഉത്തരമീമാംസാ ദർശനം വ്യാസമുനിയുടെ. അതിൻ്റെ വേദാംഗം എന്ന് പറയുന്നത് ജ്യോതിഷമാണ്. പിന്നെ വരുന്നത് തസർ എന്ന് പറയുന്ന തമസ് സത്യൻ രജസ് എന്ന് പറയുന്ന ഒരു തസർ പ്രോഗ്രാം. അത് വൈഷ്ണവമാണ്, സാഖ്യദർശനത്തിൽ വരും എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസർ എന്ന് പറഞ്ഞാൽ ഒരു വിഭീഷണനാണ് അതിൻ്റെ എന്ത് ചിരഞ്ജീവി എന്ന് നമുക്ക് വേണമെങ്കിൽ വളരെ സേഫായിട്ട് അസ്യൂം ചെയ്യാം. അവനെ മറ്റേ ജ്യോതിഷം അല്ലെങ്കിൽ കൗമാരദർശനത്തിൻ്റെ ചിരഞ്ജീവി കൃപരാണ്. കൃപ ചൊരിയുക, ദയ കാണിക്കുക. കൃപരാണല്ലോ അശ്വത്ഥമാവനൊക്കെ ഒരുപാട് ദയ കാണിക്കണേ. ഗണപതിയുടെ ഗാണപത്യത്തിൻ്റെ ആണ് അശ്വത്ഥമാവ്. അവരോടൊക്കെ ഒരുപാട് ദയ കാണിക്കുന്ന കൃപർ അമ്മാവനാണ് ഈ പറഞ്ഞ അശ്വത്ഥമാവൻ്റെ. അപ്പം കൃപരാണ് ഈ പറയണ എന്ത് ദയാലുവായിരിക്കുക. അപ്പം അത് വളരെയധികം ദയ കാണിക്കുന്ന കൃപരാണ് അതിൻ്റെ ചിരഞ്ജീവി. പിന്നെ അത് ജാഗ്രത വേണം, ജാഗ്രത. കൃപരൊക്കെ ആണല്ലോ ഈ പറഞ്ഞ ഇവരുടെ ജാഗ്രതയോടുകൂടി കാവൽ നിൽക്കണതൊക്കെ. അശ്വത്ഥമാവകത്ത് കൊല്ലാൻ പോകുമ്പോൾ പുറത്ത് കാവൽ നിൽക്കുന്നത് കൃപരൊക്കെയാണ്, കൃതകർമാവ്. ആ കൃപര എന്ന് പറഞ്ഞാൽ കൃപരാണ് ആ ഒരു ചിരഞ്ജീവി എന്നാണ് പറഞ്ഞത്. എന്തിൻ്റെ ഈ കൗമാരം അല്ലെങ്കിൽ ഉത്തരമീമാംസാ ദർശനം. പിന്നെ അത് കഴിഞ്ഞ് തസർ സാഖ്യദർശനം. സാഖ്യദർശനം കപിലമുനിയുടെയാണ്. അത് അതിൻ്റെ ഈ പറയണ തസർ എന്ന് പറഞ്ഞാൽ ഷട്ടിൽ ബോബിൻ്റെ നൂല് നോക്കണം, ബോബിനുണ്ട് തസർ. ഈ പറഞ്ഞ പണ്ട് ഈ പറയണ നൂല് നോക്കുമ്പോൾ അതിൽ ബോബിൻ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ അതാണ് തസർ. ഈ പറഞ്ഞ നൂലിങ്ങനെ നോക്കണ ഒരു കറങ്ങണ സാധനം, ബോബിൻ പോലത്തെ ഒരു സാധനം. അപ്പം അതാണ് സാഖ്യദർശനം, എല്ലാ നൂലുകളെയും ചുറ്റുന്ന സാഖ്യദർശനം. അപ്പം അത് മറ്റേ അവതാരങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ യോഗദർശനമാണ്. യോഗത്തിലാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ നമ്മളുടെ ഉത്തരമീമാംസാ ദർശനം എന്ന് പറയുന്നത് ഭയത്തെ എങ്ങനെ നേരിടാം, ജാഗ്രത കൊണ്ട് നേരിടാം. ഉത്തരമീമാംസ ദയ കൊണ്ട് നേരിടാം, ഭയത്തെ നേരിടാം, ദയ കാണിക്കുക. അപ്പം അതും ജാഗ്രതയൊക്കെയാണ് ഭയത്തെ നേരിടാനുള്ള പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കണം നിർമ്മലമായ മനസ്സെങ്ങനെ ഉണ്ടാക്കാന്നിരിക്കും. നിർമ്മലമായ മനസ്സുണ്ടാക്കാനാണ് സാഖ്യദർശനം. സാഖ്യദർശനം നിർമ്മല അത് ബ്രാഹ്മണ ദർശനങ്ങളുടെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന സംഗതിയിൽ വരുന്നത് ശ്രവണത്തിൽ വരുന്ന കാര്യങ്ങളാണ്. കേട്ടിരിക്കുക. CPU നമ്മൾ പറഞ്ഞ നിർമ്മലമായ പരിപാടി, നിർമ്മലമായ മനസ്സെങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കീർത്തനം എന്നാണ് പറഞ്ഞിരുന്നത്. വിതർക്കബുദ്ധി വിതർക്കബുദ്ധിയെക്കാട്ടിലേറെ നിർമ്മലമായ മനസ്സ് ശ്രവണത്തിലാണ്. ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞ മാതിരി ശ്രദ്ധയിലാണ് വരിക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ ആ ഒരു വ്യത്യാസം. അപ്പം അതിൻ്റെ വേദാംഗങ്ങളിൽ ഏതൊക്കെയാണുള്ളത് ബാക്കി വേദാംഗങ്ങൾ കൽപ്പമുണ്ട്, പിന്നെ വ്യാകരണ ദർശന വേദാംഗമാണ്. കൽപ്പം, വ്യാകരണം, ഈ പറയണ എന്താണ് നിരുക്തം എന്ന് പറയണ ഒരു വേദാംഗമാണ് ഈ പറയണ എന്ത് നിരുക്തം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിരുക്തം എന്ന് പറയും. നിരുക്തം ഛന്ദസ്, നിരുക്തം കൽപ്പം, ശിക്ഷ, കൽപ്പം, വ്യാകരണം, ശിക്ഷ, 6 വേദാംഗങ്ങളൊക്കെയാണ്. പിന്നെ
എന്താണ് ജ്യോതിഷം, പിന്നെ ഛന്ദസ്, നിരുക്തം, ഇത് രണ്ടുമാണെന്ന് തോന്നുന്നില്ല. ഛന്ദസ്സും നിരുക്തവും. സാഖ്യദർശനമാണ് നിരുക്തം. ഈ ഛന്ദസ് അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പിന്നീട് അതിനെ കുറിച്ചുള്ളത് പറയാം. നിരുക്തം, ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സാഖ്യദർശനം, മറ്റേ വൈഷ്ണവം എന്ന് പറയുന്നത് സാഖ്യദർശനം. പിന്നെ ശാക്തേയവാദമുണ്ട്. ശാക്തേയവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം കൊടുക്കുക, രസത്ത് എന്നാണ്. രസത്ത്, തസർ രസത്ത്, അതിൻ്റെ നേരെ തിരിച്ചിട്ടുമ്പോൾ രസത്ത് എന്നാണ്, രസം കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ രസം കൊടുക്കുമ്പോഴാണ് ഭംഗി, അലങ്കാരങ്ങൾ കൂടുതൽ വരിക എന്ന് പറയും. അപ്പോൾ അത് ഛന്ദസ്. ഛന്ദസ് എന്ന് പറയണത് ആവാം ഈ പറയണ വൈഷ്ണവ ദർശനം. ഛന്ദസ് എന്ന് പറയണതാവാം. ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വൃത്തങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ തസർ എന്ന് പറയണത് ഇങ്ങനെ വൃത്തത്തിൽ കറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്കി നൂലിങ്ങനെ എടുക്കും. അപ്പം അങ്ങനെയാണ് ഈ ഛന്ദസ്, ഛന്ദോബദ്ധം എന്ന് പറയുന്ന മീറ്റർ സെൻസ്, അതായിരിക്കാം ഈ പറയുന്ന വേദാംഗം. ഏത് വൈഷ്ണവ വേദാംഗം. അതിൽ നമ്മൾ പറയുന്ന ആരാണ് അതിലെ ചിരഞ്ജീവി. അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വിശേഷപ്പെട്ട ഭീഷണിയാണ് വിഭീഷണൻ. അതായത് വിഭീഷണന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും മർമ്മം അറിയാം, രാവണന്റെ ലങ്കയിലുള്ള സകല കാര്യങ്ങളും അറിയാം. അപ്പം ആ വിഭീഷണനാണ് അതിൻ്റെ ചിരഞ്ജീവി എന്നാണ് പറയുന്നത്. പിന്നെ ശാക്തേയവാദം വരുമ്പോൾ ചിരഞ്ജീവി അവിടെ സംശയമുണ്ട്. പരശുരാമനാണ്. പരശുരാമൻ പക്ഷെ പരശു മഴു, പരശു നാവാണ്. അപ്പോൾ അവിടെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആർഗ്യുമെൻ്റ് തന്നെ ശാക്തേയവാദം ഹനുമാൻ ശാക്തേയവാദത്തിൻ്റെ ചിരഞ്ജീവിയാണ്. ബ്രഹ്മ രജോഗുണം അല്ലെങ്കിൽ ഈ പറയണ പൂർവമീമാംസ അൽദർശനം അല്ലെങ്കിൽ ഈ പറയുന്ന സൗരം എന്ന് പറയുന്ന അതിൻ്റെ ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ പരശുരാമനാണ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റും അവിടെ ഉണ്ട്. ഹനുമാനല്ല. ഹനുമാൻ ഈ പറഞ്ഞ ബ്രഹ്മചാരിയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ എന്ന് പറയുന്നത് ശാക്തേയവാദത്തിൻ്റെ ചിരഞ്ജീവിയാണ്. സൗരം എന്ന് പറയുന്ന മതത്തിൻ്റെ ചിരഞ്ജീവി ശരിക്കും പരശുരാമനാണ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റും ഉണ്ട്. അതൊക്കെ അതെനിക്ക് തോന്നുന്നു അതായിരിക്കും ശരി. അങ്ങനെ വരാനും സാധ്യത കൂടുതൽ. കാര്യം പരശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് എന്നുള്ളതാണ്. നാവിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പരശു. കീർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. പരശുരാമൻ അങ്ങനെയാണല്ലോ, ഇങ്ങനെ ക്ഷത്രിയന്മാരെ ഇങ്ങനെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും വലിയ ബോധറേഷൻ ഉണ്ട്. അപ്പോൾ അത് അവസാനം ഇങ്ങനെ എന്തെങ്കിലും ഒരു ബെറ്റിംഗ് പോലെ അവസാനം ഒരു ബെറ്റിങ്ങിൻ്റെ പരിപാടി എങ്ങനെയാണല്ലോ, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, അങ്ങനെ ബെറ്റ് വെച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ടിങ്ങനെ കർമ്മങ്ങളിങ്ങനെ ചെയ്യാം. കൽപ്പം അല്ലെങ്കിൽ പൂർവമീമാംസാ ദർശനം ജൈമിനി മഹർഷിയുടെ, അതൊക്കെ വരുമ്പോൾ അത് പരശുരാമനാണ് അവിടെ സ്യൂട്ടഡ് ആവുക കൂടുതൽ. അപ്പോൾ ശാക്തേയവാദം ഹനുമാൻ ചിരഞ്ജീവി. ശാക്തേയവാദത്തിൻ്റെ ദർശനം എന്ന് പറയണത് സാഖ്യദർശനം വൈഷ്ണവമാണ്. ശാക്തേയവാദത്തിൻ്റെ കണാദിൻ്റെ വൈശേഷിക ദർശനമാണ്, അലങ്കാരങ്ങൾ. നിരുക്തം ആയിരിക്കും അവിടുത്തെ ഏറ്റവും നല്ല ഈ പറഞ്ഞ വേദാംഗം എന്ന് പറയുന്നത് നിരുക്തം. അതായത് പിന്നെ ദർശനം വൈശേഷികം. അപ്പം അങ്ങനെ നമ്മൾ കണക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ഫിറ്റിംഗ് ആണ്. മറ്റേ ചതുശ്ലോകി ഭാഗവതമായിട്ട് കണക്കാക്കും. ഭൂതാശുച്ച അവജേഷ്വനു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കലാണ്. അത് ഭൂതങ്ങളുടെ യഥാമഹാന്തി ഭൂതാനി, ഭൂതങ്ങളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഭൂതങ്ങൾ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നതിനെ അനുയാത്ര ചെയ്യുന്നു അതിൻ്റെ കൂടെ. അപ്പം അത് അങ്ങനെ ഭൂതങ്ങളിലാണല്ലോ മെമ്മറിയുടെ ഒരു ഭയങ്കരമായ ശക്തി. പിന്നെ അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വലിയ CPU വരും. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റില്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള ഭൂതങ്ങളുടെ ഉദ്ഘോഷങ്ങൾക്കനുസരിച്ച് പോവുക എന്ന് പറയുന്ന ബ്രാഹ്മണിക്കൽ പ്രോഗ്രാം
കടൽ കടക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ. ഉള്ള കടലിലെ കഴങ്ങളിലേക്ക് പോവാതെ അവനവൻ്റെ കിണർ, നല്ല വെള്ളം, ശുദ്ധജലം എന്നൊക്കെ അങ്ങനെ കുടിച്ച് ജീവിക്കുക. ബ്രാഹ്മണികൽ പ്രോഗ്രാം, പിന്നെ അങ്ങനെ ശ്രവണത്തിൻ്റെ അങ്ങനെയുള്ള രസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പം നമ്മളുടെ പുതിയ ബ്ലൂസ്കൃതത്തിൻ്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ. എന്താ പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം ഇന്നലെ പറയാമെന്ന് പറഞ്ഞതല്ലേ. ഇപ്പം നമ്മൾ തവണത്തെ സപ്താഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് പുതിയ രീതിയിലുള്ള ഒരു മോഡിഫൈഡ് ഗ്ലോസ്കൃതം സ്ട്രക്ചർ. നമ്മളിനി അതൊക്കെ ദശമോധ്യായം അതൊക്കെ നമ്മൾ ഓഫ്ലൈനിൽ പാരായണം തുടരുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ 40 മിനിറ്റായി. ഇനിയിപ്പം വായന കുറേ ഉണ്ട്. നമ്മൾ ഇവിടെ എന്താണ് ഇന്നത്തെ ഇത് ഇപ്പം വായന ഇനി ഓഫ്ലൈനിലായിരിക്കും. ഇതൊക്കെ നമ്മൾ ഭഗവാൻ സമർപ്പിക്കുന്നു. പറ്റിയ 6-ാം സ്കന്ധം വായിക്കുമ്പോഴേ കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, കുറച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സായിരാം.